ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ അല്ലേ? ഈ കപ്പനുണ്ടല്ലോ അതിൻ്റെ തൊല്ലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയിട്ടേ നമ്മുടെ ആ ഒരു ഗ്രേറ്റർ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനിയാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടല്ലോ ഇത് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞിട്ടെ ഇതിൻ്റെ ആ ഒരു കട്ടുണ്ടല്ലോ അതങ്ങോട്ട് കളയണം. ഇതിങ്ങനെ പിഴിഞ്ഞ് കളയാനായിട്ട് വല്ല ശക്തിയുള്ള ശക്തിമാരൊക്കെ കൊണ്ടുവരേണ്ടി വരും. ഞാനിത് പിഴിഞ്ഞ് വന്നപ്പോഴേക്കേ കയ്യൊക്കെ ആകെ ചുവന്ന് ഒരുമാതിരി കോലായി. എന്തായാലും നമുക്കിത് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ആ ഒരു വെള്ളമൊക്കെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള നമ്മുടെ ആ ഒരു കപ്പ് ചിക്കി തട്ടത് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3 ടേബിൾ സ്പൂണോളെ നമ്മുടെ പത്തിരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കപ്പ് പത്തിരിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ പുട്ടുപൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയിട്ടാ, കുഴപ്പമൊന്നുമില്ല. പൊടീൻ്റെ ഫ്ലേവർ അല്ല കേട്ടോ, നമ്മുടെ കപ്പിൻ്റെ ഫ്ലേവർ ആയിരിക്കും കേട്ടോ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. കുറച്ച് പൊടി ഇട്ട് കൊടുത്താൽ മതി. പുട്ടിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 15 മിനിറ്റെങ്കിലും ഇത് കുറഞ്ഞത് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമുക്കിത് പുട്ട് പോലെ ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ ചീക്കി വെച്ചിരിക്കുന്ന കപ്പ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ മേലെ കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് ആവിയേറ്റി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ